നിങ്ങളുടെ പ്രവർത്തന രീതികളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ കഴിയും എന്നതറിയാമോ? ഈ വിഷയത്തിന്റെ മുകളിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കോട്ടക്കാർ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. കോട്ടക്കാവ് ബിഗിൻസ് വിത്ത് ബാറ്റൺ പ്രാക്ടീസ് ആൻഡ് ട്രെയിൻസ് കണ്ടിന്യൂസ് അവയർനെസ്. പ്രായോഗിക അവബോധനം എന്ന 7-ാം അധ്യായത്തിൽ കോട്ടക്കാർ പരിശീലിച്ചു തുടങ്ങുന്ന വിധം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എങ്ങനെയാണ് കോട്ടക്കാർ പരിശീലിച്ചു തുടങ്ങുന്നത്? എന്തെല്ലാമാണ് ബാറ്റൺ പരിശീലനത്തിലെ പ്രാഥമിക നിയമങ്ങൾ? പരിശീലനത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മൾ ഇന്നലത്തെ വിഷയമാണ് ഞാൻ സംസാരിച്ചത്. ബാറ്റൺ മൂവ്മെന്റ് റിവീൽസ് ടെമ്പർമെന്റ് ആൻഡ് റിഫ്ലെക്സ് കോർട്ടിക്കൽ കോർഡിനേഷൻ. അതാണ് ഇന്നത്തെ വിഷയം. ബാറ്റൺ ചലനരൂപവും വ്യക്തിത്വ പ്രകൃതിയും. എന്താണ് തിരിച്ചറിയാവുന്ന പൊതു വ്യക്തിത്വ പ്രകൃതികൾ? എങ്ങനെയാണ് നമ്മുടെ ചലനരൂപത്തെ വിലയിരുത്തുന്നത്? എന്തെല്ലാമാണ് ബാറ്റൺ ചലനരൂപത്തിന്റെ അളവുകോലുകൾ? ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കോട്ടക്കാർ എന്നുള്ളത് പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിന്റെ കൃത്യമായ രൂപങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് കോട്ടക്കാർ പരിശീലിച്ചു തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെ സംസാരിച്ചു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ബാറ്റൺ നൽകിയിട്ടുണ്ടാവും. ഈ ബാറ്റൺ ചലിക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഈ ബാറ്റന്റെ ചലനരൂപം എന്ന് പറയുമ്പോൾ ഒരു വസ്തു ചലിക്കുമ്പോൾ അതിനൊരു ദിശയുണ്ടാവും. ആ ചലിക്കുന്ന ദിശയ്ക്ക് അനുസരിച്ച് തന്നെ, അല്ലെങ്കിൽ ചലിക്കുന്ന ദിശയ്ക്കൊപ്പം തന്നെ മറ്റു ചില ഡയമെൻഷൻസ് ഉണ്ടാവും. അതപ്പോ അത് ഏത് രൂപത്തിൽ ചലിക്കുന്നു, എങ്ങനെ അത് നിശ്ചലമായി ചലിക്കുന്നുവോ എന്നുവെച്ചാൽ ദിശ ഒരു വശത്തേക്ക് ചലിക്കും, പക്ഷെ അതിങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ചലിക്കുന്ന രീതിയിലാകുമ്പോൾ ഒരു ഹൈവേയിൽ കാർ പോകുന്നത് പോലെ, അല്ലെങ്കിൽ കുലുങ്ങി പോകാം, അല്ലെങ്കിൽ തിരിഞ്ഞു പറഞ്ഞു പോകാം, ഉരുണ്ടു പോകാം, പല രീതിയിൽ ചലിക്കാം. ഈ ചലന രൂപത്തിനനുസരിച്ച് ആ ചലനത്തെ ഉരുവാക്കിയ വ്യക്തിയുടെ വ്യക്തിത്വ പ്രകൃതിയെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇത് പറയുന്നത് വെച്ചാലൊരു സിദ്ധാന്തമല്ല, ഇതൊരു പ്രയോഗമാണ്. വളരെ കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ 30-35 വർഷത്തെ അനുഭവം. അപ്പോ ചലനം എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതൊരു വസ്തുവും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉള്ള മാറ്റം, ആ മാറ്റമാണ് ഈ സ്ഥാനാന്തരീയം എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അവിടേക്ക് ഉള്ള ആ മാറ്റത്തെ നമുക്ക് ചലനമായിട്ട് കണക്കാക്കാം. ഇപ്പൊ ഒരു വസ്തു ഒരിടത്ത് തന്നെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ചലനമാണ്. ഈ ചലനത്തിന്റെ രൂപം, ആ ചലനത്തിന്റെ രൂപം അത് ഉരുവാക്കുന്ന വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ്. പ്രത്യേകിച്ചും നമ്മളിവിടെ ബാറ്റൺ പ്രാക്ടീസിൽ ബാറ്റൺ ഒരു വ്യക്തിയാണ് മുൻപോട്ട് പാസ് ചെയ്യുന്നത്, എറിഞ്ഞു കൊടുക്കുന്നത്. ആ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ എറിഞ്ഞു കൊടുക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമായിട്ടാണ് അത് നമ്മൾ ഈ ബാറ്റണെ കാണാൻ കഴിയുക. ആ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ബാറ്റനെ കൈകാര്യം ചെയ്യുന്ന രീതി, അതിൽ നിന്നും അയാളുടെ അടിസ്ഥാന പ്രകൃതത്തെ അറിയാൻ കഴിയും. അത് ആദ്യമായിട്ട് പരിശീലിക്കുന്ന ഒരാളിൽ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. തുടർച്ചയായിട്ട് പരിശീലിച്ചു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ചെറിയ പാകപ്പെടൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ വ്യക്തിത്വത്തെ പാകപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അയാളുടെ അടിസ്ഥാന പ്രകൃതം എന്നുള്ളതിൽ നിന്നും അപ്പുറത്തേക്ക് അയാൾ സംസ്കൃത പ്രകൃതനായി മാറിയിട്ടുള്ള ഒരവസ്ഥ ആ ചലനത്തിൽ കാണാൻ കഴിയും. അപ്പോ ഒരു വസ്തുവിനോട് ഒരാൾ പ്രതികരിക്കുന്ന രീതി, അത് കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് അയാളുടെ സ്വഭാവത്തെ വിലയിരുത്താൻ കഴിയും. അപ്പൊ അയാളുടെ ആ ബാറ്റൺ കൈകാര്യം ചെയ്യുന്ന രീതി, നമ്മൾ ബാറ്റൺ പ്രാക്ടീസിൽ ബാറ്റൺ കൈകാര്യം ചെയ്യുന്ന രീതി അയാളുടെ കോർട്ടിക്കൽ ഏകോപനത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കണ്ടു നിൽക്കുന്ന അറിയാവുന്ന ഒരാൾക്ക്
ഇക്കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് അയാളുടെ വ്യക്തിത്വം, അയാളുടെ കോർട്ടക്സിന്റെ പ്രവർത്തനം, അതേപോലെ അയാളുടെ അവബോധ തലങ്ങളുടെ പ്രവർത്തനം, ഇവ തമ്മിലുള്ള ഏകോപനത്തിന്റെ ഒരു പാറ്റേൺ ഇത് ഒരു എക്സ്പേർട്ടിനെ കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോ ഈ 10-35 വർഷങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഒരു വ്യക്തി ഒരു ഉപകരണത്തെ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അയാളുടെ അടിസ്ഥാന സ്വഭാവത്തെ മനസ്സിലാക്കാം എന്നതിനുപരി അയാളുടെ അവബോധ തലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഒരു പാറ്റേണിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഇത് നിങ്ങൾ പരിശീലിപ്പത്തിൽ ഇവിടെ ഇരിക്കുന്ന പലരും അത് പരിശീലിച്ചിട്ടുള്ളവരാണ്. ഈ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയും, അവനവനെ തിരിച്ചറിയാൻ കഴിയും. അതുപോലെ മറ്റൊരാൾ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ചലനത്തെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പൊ നിങ്ങളുടെ പ്രവർത്തന രീതിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ ആകുമോ എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ചലനം എന്താണോ, ഇത് മര്യാദയ്ക്ക് ശരീരഭാഷയെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് നിങ്ങളുടെ ചലനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും, നിങ്ങളുടെ വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രകൃതം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ പ്രതികരണ രീതിയിൽ നിന്ന് നിങ്ങളുടെ പ്രവണതകൾ, ടെൻഡൻസീസ്, വാസനകൾ അത് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ അത് വിദഗ്ധർക്കാണ് അത് കഴിയുക എന്നുള്ളതാണ് ഉള്ളത്. എങ്കിൽ പോലും സാധാരണ ആളുകൾക്കും പ്രാഥമിക വൈദഗ്ധ്യമൊക്കെ ഉണ്ട് ശരീരഭാഷ കണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒരാൾ കോപാകുലനാണെങ്കിൽ അയാൾ കോപാകുലനാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അയാൾ കോപപ്രകൃത ഉള്ള ഒരാളാണെങ്കിൽ അത് കണ്ടാൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാവും, അല്ലെ? ഒരാള് ഒരു വല്ലാതെ കൗശലക്കാരനാണെങ്കിൽ ആ കൗശലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് മനസ്സിലാകാത്തവരാണ് ഈ കുഴി ചെന്ന് ചാടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ നമുക്കത് ഒരു സാധാരണക്കാരന് പോലും പ്രാഥമിക വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ റീഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഈ കോട്ടക്കാർ പോലുള്ള പരിശീലനങ്ങൾ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞാൽ നമുക്ക് അവനവന്റെയും മറ്റുള്ളവരുടെയും ഈ വ്യക്തിത്വ പ്രഭാവത്തെ, വ്യക്തിത്വ പ്രകൃതത്തെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ബാറ്റന്റെ ചലനരൂപം വ്യക്തിത്വ പ്രകൃതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ബാറ്റൻ കൈകാര്യം കൈയുടെ 5 സോണുകൾ, 5 സോണിൽ 6 സോണുണ്ട്. അതിൽ 5 സോണ് നമുക്ക് പ്രകടമായിട്ടും 5 വിരലുകളുടെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ 5 മേഖല, 5 സോണുകളുടെ സംയുക്തമായ പ്രവർത്തനമാണ്, അല്ലെ? ഈ 5 സോണുകൾ കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ 5 വിരലുകൾ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു ബാറ്റനെ കൈകാര്യം ചെയ്യുന്നത്, ബാറ്റനെ എടുത്ത് എറിയുന്നത്. ഇവ തമ്മിലുള്ള ഒരു ഏകോപനമാണ് ആ ബാറ്റൺ ഏത് രീതിയിൽ ചലിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇവയെ നിയന്ത്രിക്കുന്നത് ആരാണ്? കോർട്ടക്സ് ആണ്. അവിടുത്തെ കോർട്ടിക്കൽ കോർഡിനേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് വഴിയാണ് ഇവ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോ സാധാരണ രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കോർട്ടക്സിന്റെ ഏകോപന ശേഷി എന്താണോ ആ ശേഷിക്കനുസരിച്ചാണ് ഇത് ഏകോപിപ്പിക്കപ്പെടുക, അതിനനുസരിച്ചാണ് ബാറ്റൺ ചലിക്കപ്പെടുക. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ ബാറ്റൺ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ചരിഞ്ഞു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബോധപൂർവം അതിനെ ഷെയ്പ്പ് ചെയ്യാൻ പറ്റും. ചരിക്കരുത്, അത് നേരെ പോകണം എന്ന രീതിയിൽ അടുത്ത തവണ നമ്മൾ അതിനെ ക്രമീകരിക്കാൻ കഴിയും. ഈ ക്രമീകരണം കയ്യിൽ വരുത്തുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ ക്രമീകരണം സംഭവിക്കുന്നത് കോർട്ടക്സിന്റെ ഏകോപനത്തിലാണ്. ആ കോർട്ടിക്കൽ കോർഡിനേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ ഓട്ടോമാറ്റിക്കലി ഇത് കിടക്കും. നമ്മുടെ കോൺഷ്യസ്നെസ് ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത്, നമുക്ക് ഇവിടെയാണ് കാണാൻ കഴിയുക, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് ഇവിടെയാണ്, പ്രയോഗിക്കാൻ കഴിയുന്നത് ഇവിടെയാണ്. പക്ഷെ ഈ പ്രയോഗം ഇവിടെ നടക്കുമ്പോൾ മാറ്റം ഉണ്ടാകുന്നത് കോർട്ടക്സിലാണ്. അപ്പോ കോർട്ടക്സിൽ ഈ മാറ്റം ഉണ്ടാവുകയല്ല, കോർട്ടക്സ് അവിടെ കൈകാര്യം ചെയ്യുന്നു. കോർട്ടക്സ് ഈ രീതിയിലുള്ള ഒരു ക്രമീകരണം അവിടെ നടത്തിക്കൊണ്ട് ഈ ബാറ്ററെ ക്രമീകരിക്കുന്നു. അവിടെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ബാറ്ററിനെ ക്രമീകരിക്കുന്നു. ഇത് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്തോ അവിടെ ആ വിധത്തിലുള്ള ഒരു കോർട്ടിക്കൽ കോർഡിനേഷന്റെ ന്യൂറൽ പാത്വേ സെറ്റ് ആകുന്നു. ഒരു നാഡി സഞ്ചാരധാര അല്ലെങ്കിൽ ഒരു നാഡി വിന്യാസം അവിടെ പുതുതായിട്ട് ഉരുവാകുന്നുണ്ട്. അത് നമ്മൾ ബോധപൂർവം അത് ചെയ്യുമ്പോഴാണ്, യാദൃശ്ചികമായിട്ട് ചെയ്യുമ്പോഴല്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്നതല്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും ചെറിയ ചലനങ്ങൾ ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ ഈ കയ്യെഴുത്ത് പഠിക്കുന്നത്. ആദ്യം ഒരാൾ കൈപിടിച്ച് അക്ഷരം എഴുതിക്കുന്ന സമയത്ത് നമുക്ക് ആ വിധത്തിൽ ചലിക്കാനുള്ള ഒരു പാറ്റേൺ കോർട്ടക്സിൽ ഉണ്ടാകുന്നത് ആ വിധത്തിലാണ്.
അക്ഷരം എഴുതി പഠിക്കുന്നത് ആ രൂപത്തിലാണ്. അപ്പോ ഈ അക്ഷരം എന്നുള്ള ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ പാറ്റേണെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കോർട്ടിക്കൽ ഏകോപനത്തിന്റെ പ്രതിഫലനം എന്നുള്ള രൂപത്തിലാണ്. കോർട്ടിക്കൽ ഏകോപനം നടന്നു കഴിയുമ്പോൾ ഇത് ഇവിടെ റിഫ്ലക്ട് ചെയ്യും, ബാറ്റന്റെ ചലനത്തിൽ റിഫ്ലക്ട് ചെയ്യും. ഇത് ബോധപൂർവമായിരിക്കണം. ഈ പാകപ്പെടാനുള്ള വേഗത ഉണ്ടാവും. നമ്മളിപ്പോ ഇത് എത്ര സ്പീഡിൽ നമുക്കിത് പാകപ്പെടാം. ഒരാൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ചിലത് എത്ര പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ഈ പാകപ്പെടൽ ഉണ്ടാവില്ല. ചിലർ ഒന്ന് ഇതിങ്ങനെ തെറ്റിപ്പോയിന്ന് കഴിഞ്ഞാൽ ഉടനെ അയാൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അയാൾക്ക് അത് ക്രമീകരിക്കാൻ പറ്റും. ഈ പാറ്റേൺ നേരെ പോകുന്നത് ചരിയുന്നോ വളയുന്നോ ചുറ്റിപ്പോകുന്നോ എന്നുള്ളത് ക്രമീകരിക്കാൻ പറ്റും. ആ പാകപ്പെടലിന്റെ വേഗത എന്നുള്ളത് ഇയാളുടെ വ്യക്തിത്വ പ്രകൃതിയെ ആശ്രയിച്ചാണ്. ഇയാൾ ഏത് നേച്ചറുള്ള ആളാണ് അതിനനുസരിച്ചാണ് ഈ പാകപ്പെടൽ സംഭവിക്കുന്നത്, പാകപ്പെടലിന്റെ വേഗത സംഭവിക്കുന്നത്. അപ്പോ നമ്മൾ ഈ പാകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പാറ്റേൺ എങ്ങനെയാ പോകുന്നതെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്ത്രികമായിട്ടുള്ള ഏകോപനം എത്ര വേഗം സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വിധത്തിലാണ് അത് കൈയുടെ 5 സോണുകൾ, ആ സോണുകൾക്കനുസരിച്ച് മസ്തിഷ്കത്തിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. നമ്മൾ ഒരു കൈ കൊണ്ട് ഒരു പാറ്റേൺ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നമ്മൾ പ്രാക്ടീസിന് വരുന്ന സമയത്ത് മനസ്സിലാക്കാം, ഇത് ഒരു കൈ ഉപയോഗിച്ചാൽ 2 കൈ ഉപയോഗിച്ചും ശരീരഭാഗങ്ങളും ഉപയോഗിച്ചും നമ്മൾ ഇത്തരം ചലനങ്ങൾ പലതരത്തിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മളുടെ കോർഡിനേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കും. ഇവിടെ ഈ ഒറ്റ പാറ്റേൺ ഒരു കൈ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഏകോപനത്തിൽ കൊണ്ടുവരാൻ കോർട്ടക്സിനെ എങ്ങനെ പാകപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞു, ഇത് ഈ വെളിയിലുള്ള ഈ ഒരു ക്രമീകരണം സംഭവിക്കുന്നതിന്റെ വേഗം കണ്ടിട്ട്, അയാളത് ചെയ്യുന്ന രീതി കണ്ടിട്ട് നമുക്ക് ആ വ്യക്തിയുടെ വ്യക്തിത്വ പ്രഭാവത്തെ, വ്യക്തിത്വ പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ എന്താണ് ഈ വ്യക്തിത്വ പ്രകൃതി എന്ന് പറയുന്നത്? സാധാരണ രീതിയിൽ ഇതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പാകത്തിലുള്ള 3 ഡയമെൻഷൻസിനെ കുറിച്ചാണ്, 3 രീതികളെ കുറിച്ച്, 3 സ്റ്റൈലുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ വ്യക്തിത്വത്തിലെ ഒരു രീതി എന്ന് പറയുന്നത് താളാത്മക പ്രകൃതിയാണ്. അപ്പൊ താളാത്മക പ്രകൃതി, യൗക്തിക പ്രകൃതി, ഇതിന്റെ ഒരു സങ്കരമായിട്ടുള്ള പ്രകൃതി, ഈ 3 പ്രകൃതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതല്ലാണ്ട് മറ്റ് ഡയമെൻഷൻസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോ താളാത്മക പ്രകൃതി എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ. അവർക്ക് ബന്ധിത സ്വഭാവമായിരിക്കും, പശ്ചിമ കൂടുതലായിരിക്കും. അവർ കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് മാറി അവരെ വേറെ നിലയ്ക്ക് മാറ്റുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ യാഥാസ്ഥിതികത്വം അവർക്ക് കൂടുതലായിരിക്കും. യാഥാസ്ഥിതികത്വം കൂടുന്നു എന്നുള്ളത് ഒരു കുറവായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് സ്ഥിരത ഉണ്ടാവും. ഒരു കാര്യത്തെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇല്ലാത്ത ഒരു കാര്യം സ്ഥിരതയാണല്ലേ. ഇവർക്ക് സ്ഥിരത ഉണ്ടാവും. ഈ സ്ഥിരതയിൽ നിന്നും അവർ വഴിമാറ്റണമെങ്കിൽ ഭയങ്കര പാടാണ്. അഥവാ വഴി മാറ്റിയാൽ അവർ പുതിയൊരു സ്ഥിരതയിലേക്ക്, വേറൊരു വഴിയിലേക്കാണ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ വഴി കാണില്ല. ഇവർക്ക് ഭയങ്കര റിജിഡിറ്റി ഉണ്ടാവും, ഭയങ്കര കഠിനമായിരിക്കും അവരുടെ നേച്ചർ, എഡമന്റ് ആയിരിക്കും. പൊതുവിൽ അവർക്ക് പിടിവാശി എന്നുള്ളത് കൂടുതൽ. വാശി പിടിക്കില്ല, അവരതിനകത്തായിരിക്കും. ഈ വാശി പിടിക്കണമെങ്കിൽ അതിന്റെ ഒരു യുക്തി ഒരു ചലനം വേണം. എങ്കിലും പിടിവാശി എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് കൂടുതലായിരിക്കും. അവർക്ക് മാറ്റങ്ങൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ബുദ്ധിയുടെ ഉപയോഗം, ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, യുക്തി ഉപയോഗിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, യുക്തിപൂർവകമായി കാര്യങ്ങളെ കാണുന്ന പരിപാടി അവർക്ക് കുറവായിരിക്കും. ഇതിന്റെ നേരെ എതിർപക്ഷമാണ് യൗക്തിക പ്രകൃതി എന്ന് പറയുന്നത്, യുക്തിയാത്മക പ്രകൃതി. അവർക്ക് ഈ എന്താ പറയാ, അനാസക്തമായിട്ടുള്ള ഒരു തരം സ്വഭാവം, ഒരു ആസക്തി ഉണ്ടാവുന്ന രീതി ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. ഒരു പ്രത്യേക കാര്യത്തോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടാകും. ഈ കാര്യം കണ്ടു, ആ വഴി പോയി, ഉടനെ വേറൊരു കാര്യം കണ്ടു, അതിനോട് പോയി. അതിങ്ങനെ അവരുടെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അവര് കാര്യങ്ങളെ ലിബറലായിട്ടായിരിക്കും സമീപിക്കുക. ഈ യാഥാസ്ഥിതികത്വം എന്നുള്ള അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരത കുറവായിരിക്കും. സ്ഥിരത കുറവായത് കൊണ്ട് തന്നെ അവരതിൽ എക്സ്പെർട്ടൈസ് ചെയ്യില്ല. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ഒരു ഇപ്പൊ റിജിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ അവിടെ പറഞ്ഞല്ലോ. അതിന് പകരം ഒരു റിജിഡിറ്റി ഇല്ലാത്ത, ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു ടെൻഡൻസി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്ത് കാര്യം ചെയ്യുന്നു അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ ചോറിനുന്നു, ചോറ് തോന്നുന്ന പോലെ ഉണ്ണുന്നു. താളാത്മകരായിട്ടുള്ള ആളുകൾ ചോറിനാണെങ്കിൽ പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കഴിച്ച് വന്ന്
എല്ലാം വാരിക്കൂട്ടി ചൊരിക്കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയായിരിക്കും. അവർക്ക് വേറൊരു ക്രമമായിരിക്കും ഉണ്ടാവുക, ഇവർക്ക് അങ്ങനെ ക്രമം ഉണ്ടാകും. അവർ ജീവിക്കുന്ന പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ മുറി കണ്ടു കഴിഞ്ഞാൽ, അവരുടെ മേശ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിന് രൂപരഹിതമായിട്ടൊരു പ്രവണത ഉണ്ടാവും. അവരുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അതേസമയം ബൗദ്ധികത, ഇന്റലക്ച്വൽ കേപ്പബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അവര് ഭയങ്കരമായിട്ട് സീക്ക് ചെയ്യും, അന്വേഷിക്കും. അപ്പോ താളാത്മക പ്രകൃതി, യൗക്തിക പ്രകൃതി. ഞാനിവിടെ എന്റെ ഇടതും വലതും കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ ഗ്രാഫില് ഇടതുവശത്ത് താളവും യുക്തി എന്ന് പറയുന്നത് വലതുവശത്തുമാണ് നമ്മൾ വരച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത്. ഇനി ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു പ്രകൃതിയുണ്ട്. ഇതിനെയാണ് സങ്കരപ്രകൃതി എന്ന് പറയുക. സങ്കരപ്രകൃതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അവർക്ക് ഈ താളത്തോടുകൂടി യുക്തിയെയും യുക്തിയോടുകൂടി താളത്തെയും ഉപയോഗിക്കാനുള്ള ശേഷിയുള്ളൂ. രണ്ടും കൂടെ ചേർത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വേണ്ടത്ര യുക്തിയും വേണ്ടത്ര താളവും ഉരുവാക്കിക്കൊണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ള ശേഷി കൂടുതലായതുകൊണ്ട് തന്നെ ഈഗോയുടെ അളവ്, ഞാൻ ഭാവത്തിന്റെ അളവ് കൂടുതലായിരുന്നു. അതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ താളപ്രകൃതിയുള്ളവരോ യൗക്തിക പ്രകൃതിയുള്ളവരോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വഴക്കത്തോടുകൂടി തഴക്കം നേടാൻ, ചെയ്ത് പ്രാവീണ്യം നേടാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ പ്രാവീണ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള തോന്നൽ ഇവർക്ക് കൂടുതലുണ്ടാവും. ഇവരൊരു കൂട്ടത്തിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇവരായിരിക്കും അതിൽ ഏറ്റവും നന്നായിട്ട് മെച്ചപ്പെട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോ സ്ഥലത്തും അത് മെച്ചപ്പെട്ട് ചെയ്യാൻ കഴിയുന്നതോടുകൂടി ഇവർക്ക് ഞാൻ എന്നുള്ള ഭാവം നല്ലപോലെ കൂടും. എന്റേത് എന്നുള്ള ഭാവവും ഇതിന്റെ ഒപ്പം തന്നെ കൂടും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പക്ഷപാത സാധ്യത കൂടുതലാണ്, മമത കൂടുതലായിരിക്കും. മറ്റേത് മമതയെക്കാളും കൂടെ താളാത്മകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് കട്ടയ്ക്ക് ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അത് അവർ സാധൂകരിക്കാൻ വേണ്ടി തലകുത്തി നിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അത് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷപാത സാധ്യത എന്നുള്ളത് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അവരത് ഡിപ്ലോമാറ്റിക് ആയിട്ട് നടത്തും. തന്ത്രപരത ഉണ്ടാവും, നയതന്ത്രജ്ഞത എന്നുള്ളത് ഉണ്ടാവും. അവര് ഈ അവസരത്തിനനുസരിച്ച് കാര്യങ്ങളെ മാറ്റി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിരിക്കും, അവസരവാദികളായിരിക്കും. അവസരവാദം എന്നുള്ള സത്യത്തിലൊരു പ്രാപ്തിയാണ്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുരൂപപ്പെടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എല്ലാ കാര്യത്തിലും ഒരു നയതന്ത്രജ്ഞത ഇവര് ഉപകരണത്തെ കൈകാര്യം ചെയ്യുമ്പോൾ, ചോറുണ്ണുന്ന സമയത്ത്, അല്ലെങ്കിൽ ബെഡ്റൂമില്, അല്ലെങ്കിൽ ടോയ്ലറ്റില്, അല്ലെങ്കിൽ റോഡില്, അല്ലെങ്കിൽ ഒരു വേദിയിൽ ഒക്കെ തന്നെ ആ നയതന്ത്ര സ്വഭാവം കാണിക്കാൻ അവർക്ക് കഴിയും. ഇവർക്ക് അഡാപ്റ്റിംഗ് ഉള്ള കേപ്പബിലിറ്റി കൂടുതലാണ്. അഡാപ്റ്റേഷൻ എന്നുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ, ഒന്നുമായിട്ട് അനുകൂലപ്പെടാനുള്ള ശേഷി എന്ന് പറയുന്നത് അത് നല്ലപോലെ ഉണ്ടായിരിക്കും. അതുപോലെ പ്രാക്ടിക്കൽ നോളജ് ഇവർക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോ താളപ്രകൃതി, യൗക്തിക പ്രകൃതി, സങ്കരപ്രകൃതി, ഈ മൂന്ന് ഭാഗങ്ങൾ പറഞ്ഞു. ഈ താളപ്രകൃതി നിന്ന് യൗക്തിക പ്രകൃതി വരെയുള്ള ഒറ്റ ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫില് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും യുക്തി കൂടി വരും. അതിന് യുക്തി കുറച്ചു കൂടിയ ഭാഗമാണ് ഈ സങ്കരപ്രകൃതി, നടുവിൽ വരുന്ന ഭാഗം. അതിനപ്പുറത്തേക്ക് പോകുന്നതാണ് ഈ യൗക്തിക പ്രകൃതി എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും അറ്റത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയാണ്. അതിന് ഈ മധ്യഭാഗത്ത് വരുന്നവർക്കാണ് സത്യത്തിൽ ഈ ആധ്യാത്മികതയും ഭൗതികതയും ചേർത്ത് കൊണ്ടുപോകാൻ കഴിയും. ഈ ഇടതുവശത്തുള്ളവർക്ക് ഭക്തിയുടെ അളവ് കൂടുതലായിരിക്കും, ഇപ്പുറത്തുള്ളവർക്ക് യുക്തിയുടെ അളവ് കൂടുതൽ യുക്തിവാദികൾ ഈ വഴിക്ക് വരുന്നവരാ, ഭക്തിവാദികൾ ഈ വഴിക്ക് വരുന്നതാണ്. പക്ഷെ ഈ വാദം വരുമ്പോഴുണ്ടല്ലോ, ഭക്തിയാണെങ്കിലും യുക്തിയാണെങ്കിലും വാദം വരുമ്പോൾ അത് യൗക്തികതയായിരിക്കും. പല യുക്തിവാദികളുടെ പ്രശ്നം വെച്ചാൽ, യുക്തി എന്നുള്ളത് അവരെ കൊണ്ടുവന്ന് അത് അവരുടെ താളമായിട്ടുണ്ടാവും. സത്യത്തിൽ അവർ യാഥാസ്ഥിതികരാണ്. അപ്പോ യുക്തിവാദം പറയുന്നു, ഭക്തിവാദം പറയുന്നു എന്നുള്ളത് കൊണ്ട് അവരെ ഇന്ന കാറ്റഗറിയിലാണെന്ന് ഉറപ്പിച്ചുപെടുത്താൻ കഴിയില്ല. നല്ലപോലെ നിരീക്ഷിച്ചാലേ അവർ യഥാർത്ഥത്തിൽ എവിടെയാണ് ചേർന്ന് നിൽക്കുന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ആധ്യാത്മിക സാധനങ്ങൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, ഇതിൽ വിജയം കണ്ടെത്തുന്നവർ, അതിൽ ഇപ്പോ ആധ്യാത്മികതയുടെ മേഖലയിലാണെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടുക, അവനവനെ തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങൾ നേടുന്നത് ഈ രണ്ടു കൂട്ടരുമല്ല. ഇതിനെക്കുറിച്ച് വാദിച്ചിരിക്കുന്നവരല്ല. ഈ വാദങ്ങളൊന്നുമില്ലാതെ നടുവിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അവരെ കുഴക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്. അവരുടെ ഈഗോ അവരെ തടയുന്നുണ്ട്. അവരുടെ ഈഗോ വളരെ വലുതാവുമല്ലോ. ഈ ഈഗോയെ അതിജീവിക്കാൻ കഴിയുന്നവർക്കാണ് ഈ സാക്ഷാത്കാരത്തിന്റെ മേഖലയിലൂടെ, ആധ്യാത്മിക മേഖലയിലൂടെ കൂടുതൽ യാത്ര ചെയ്യാൻ കഴിയും, അതിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലാൻ കഴിയും, അതിന്റെ ഫലം സിദ്ധിക്കാൻ കഴിയും. പക്ഷെ അവിടുത്തെ പ്രശ്നം എപ്പോഴും ഈ ഈഗോ ഭരിച്ചുകൊണ്ടിരിക്കും. സിദ്ധിയൊക്കെ വന്നാലും ശേഷിയൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഈഗോ ഭരിച്ചുകൊണ്ടിരിക്കും.
നമ്മൾ ഇത് എങ്ങനെയാണ് ഈ ചലനരൂപത്തെ വിലയിരുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ബാറ്റൺ നേരായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ സമതുലിതമായിട്ടുള്ള താളയുക്തിയാണ് അവരിലുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ബാറ്റൺ നേരെ പോവുകയാണ്, ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ സങ്കരപ്രകൃതിയാണെന്ന് മനസ്സിലാക്കാം. വളഞ്ഞ ബാറ്റൺ എന്ന് പറയുന്നത് അയാളുടെ മെച്ചപ്പെടുത്തൽ ആവശ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒന്നുകിൽ അയാളുടെ താള അല്ലെങ്കിൽ യുക്തി കൂടിയൊരവസ്ഥയിലാണ്. ഈ ബാറ്റണുകൾ ഒരു രീതിയിലല്ല പോകുന്നത്, പല രീതിയിൽ ചലിച്ചാണ് പോകുന്നതെങ്കിൽ അവിടെ അവരുടെ മസ്തിഷ്കം ഇത് കൈകാര്യം ചെയ്യാൻ ഒരുപാട് ബന്ധപ്പെടുത്തുന്നതാണ്. അത് യൗക്തികതയുടെ തെളിവാണ്. താളമുള്ളവർക്ക് ഒരു പ്രത്യേക റിജിഡ് ഫോം ഉണ്ട്, മറ്റുള്ളവർക്ക് ഫോം ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മെച്ചപ്പെടാൻ, കാര്യങ്ങളെ മെച്ചപ്പെടുത്തി എടുക്കാൻ പരിശീലിതരാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോ ഇത് എങ്ങനെ പോകുന്നു എന്നത് വെച്ചിട്ട് അവരുടെ നിലവിലെ അവസ്ഥയെ അത് വെളിപ്പെടുത്തും, ഈ വർത്തമാന അവസ്ഥയിലെ വെളിപ്പെടുത്തും. അപ്പൊ ഈ ചലനത്തിന്റെ ഈ ബാറ്റൺ നമ്മൾ ഒരു തവണ കൊടുക്കുന്ന സമയത്ത് അത് ചരിഞ്ഞു പോകുന്നു. രണ്ടാം തവണ കൊടുക്കുന്ന സമയത്ത് ആ ചരിവ് മാറണം എന്നുള്ള നിർദ്ദേശത്തെ അവർ ഫോളോ ചെയ്യുന്നുവെങ്കിൽ, അതിനുവേണ്ടി ഒരു പരിശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ മസ്തിഷ്കത്തിൽ അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നാണ്. ആ കൊടുക്കുന്ന കാര്യം അവിടെ വർക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ കോർട്ടക്സിന്റെ വഴിക്കും കൈയുടെ വഴിക്കും വർക്ക് ചെയ്യുന്ന അർത്ഥം. അതാണ് യുക്തിയുടെ എവിഡൻസ്. അങ്ങനെ അവർ ഇന്റലക്ച്വലി ഭയങ്കര നിലവാരത്തിൽ പ്രവർത്തിക്കും, പക്ഷെ അവരുടെ ശരീരത്തിൽ ഈ വഴക്കം വരില്ല. അതുകൊണ്ടാണ് ഇന്റലക്ച്വൽസിന്, അതായത് ബുദ്ധിജീവികൾക്ക്, ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അവരുടെ ധാരണ കാര്യങ്ങളെ അവർ മനസ്സിലാക്കുന്നു എന്നാണ്, പക്ഷെ അവർക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാവില്ല. ഇനി താളത്തിലൂടെ പോകുന്നവർക്ക് അതിന്റെ ബൗദ്ധിക വ്യാഖ്യാനത്തെ അവർക്ക് പിടിയിട്ടില്ല. ഇത് മറ്റൊരു വശം. ഇത് രണ്ടും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നടുവിലുള്ള ആ സങ്കരവർഗത്തിലുള്ള ആളുകൾക്ക് കഴിയുള്ളൂ. പക്ഷെ അവരുടെ പ്രശ്നം അവരുടെ ഈഗോ ഇതിനെ മറച്ചു പിടിക്കും. ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നവർക്ക് ഇതെന്തെന്ന് വെളിപ്പെടുകയുള്ളൂ. നമുക്കപ്പോ ഇതില് ഈ കാര്യത്തെ അളക്കാൻ ചില അളവുകോലുകൾ വേണം. ഇപ്പൊ ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുന്നു. ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പോകണമെന്ന് പറയുന്നു. അപ്പോ ഈ മുകളിലെ ഭാഗം മുമ്പിലേക്ക് പോയി. ബാറ്റൺ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പോകേണ്ട ബാറ്റൺ ഇങ്ങനെ പോയി, മുകളിലെ ഭാഗം മുൻപിൽ പോയി, ബാക്കിലെ ഭാഗം പുറകിൽ പോയി എന്നിരിക്കട്ടെ. അവിടെ അവർക്ക് യുക്തിയുടെ പ്രാധാന്യം കൂടുതലാണെന്നാണ്. ഇനി അഥവാ മുകളിലെ ഭാഗം മുന്നിലും താഴ്ന്ന ഭാഗം മുകളിലെ ഭാഗം പിന്നിലും താഴ്ന്ന ഭാഗം മുന്നിലുമാണെങ്കിൽ അവിടെ താളത്തിന് പ്രാധാന്യം വരുന്നു എന്നാണ് അർത്ഥം. അതായത് ഈ ഭാഗം തള്ളി മുൻപോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് താളത്തിന് പ്രാധാന്യം, അവരുടെ മസ്തിഷ്കം താളം ആധിക്യമുള്ളവരാണെന്നാണ് അർത്ഥം. ഇനി മുകൾ ഭാഗം മുന്നിലും താഴ്ന്ന ഭാഗം പിന്നിലുമാണെങ്കിൽ അവർക്ക് അത്യുത്സാഹം എന്നുള്ള ഒരു പ്രവണതയുണ്ട്. അതായത് ആരംഭശൂരത്വം എന്നുള്ളൊരു കാര്യം അവർക്ക് കാണിക്കുന്നത് അവർക്ക് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ താളാത്മകതയിലാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരില് മന്ദഗതി ഉണ്ടെന്നാണ് അർത്ഥം. അവർ കാര്യങ്ങളെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അവർക്ക് ആരംഭശൂരത്വം ഉണ്ടാവില്ല, പക്ഷെ ഉള്ളത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. അവര് ചെയ്യുന്ന സമയത്ത് ഇതില് വളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ കാര്യമായ തിരുത്തൽ ആവശ്യമുണ്ടെന്നാണ് മനസ്സിലാക്കുക. ഈ രൂപത്തിലൊക്കെ, ഞാനിത് ഒരു എക്സാമ്പിൾ ആയിട്ട് 2-3 കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഈ രൂപത്തിലൊക്കെ ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്തി നിരീക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ കഴിയുക. താളപ്രകൃതിയാണോ, യൗക്തിക പ്രകൃതിയാണോ, സങ്കരപ്രകൃതിയാണോ, അതിൽ എത്രത്തോളം മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്, ആ മാറ്റം അവരുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാറ്ററിന്റെ ചലനത്തെ പലതവണ നിരീക്ഷിക്കുന്നതിലൂടെ പരിശീലകന് മനസ്സിലാവും. ഇത് അവനവൻ കൈകാര്യം ചെയ്യുകയാണല്ലോ, അവനവനും ബോധ്യമാവും. ചിലപ്പോൾ കാര്യകാരണങ്ങളെ ബന്ധിപ്പിക്കാൻ അവനക്ക് ഒരു അല്പ സമയം എടുക്കും, പക്ഷെ അവനവനും ബോധ്യമാവും ഞാൻ താളാത്മകനാണോ, യൗക്തികനാണോ, എന്റെ ഉള്ളിൽ എത്രത്തോളം പരിവർത്തന സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ചിലർക്കിത് മാറ്റം വരുത്താൻ കഴിയില്ല, പക്ഷെ മാറ്റം വരുത്തുന്നതായിട്ട് അയാളുടെ മസ്തിഷ്കം രേഖപ്പെടുത്തും. ചിലർക്ക് മാറ്റം വരുത്താൻ കഴിയും, പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. പ്രശ്നങ്ങളല്ല, അത് വ്യക്തിത്വത്തിന്റെ ന്യൂനതകളാണ്.
അപ്പൊ ഇത് നമുക്ക് അവരെ പറഞ്ഞ് ബോധിപ്പിക്കാനൊന്നും കഴിയില്ല. എങ്കിലും നമുക്ക് പരിശീലകന് ഇത് കൃത്യമായിട്ട് താളബോധത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു പരിശീലകന് ഇത് വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തിയുടെ ടെമ്പറമെന്റിനെ മനസ്സിലാക്കാൻ കഴിയും. ആത്മയാനത്തില് ഒരു വ്യക്തിയുടെ ടെമ്പറമെന്റിന് വളരെയധികം പ്രസക്തിയുണ്ട്. ആത്മയാനത്തിലൂടെ ഉയർന്നു പോകണമെങ്കിൽ, ആത്മയാനത്തിലെ ആ യാനത്തിൽ കയറിയിരുന്ന് ആ യാത്ര പോകണമെങ്കിൽ അവര് ഈ സങ്കര പ്രകൃതിയിലുള്ള ആണെങ്കിലാണ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുക. അപ്പൊ മറ്റു പ്രകൃതത്തിലുള്ളവർ എന്ത് ചെയ്യും? പരിശീലനത്തിലൂടെ സങ്കരപ്രകൃതിയുടെ സ്വഭാവത്തിലേക്ക് അവർ വരുത്തുക എന്നുള്ളതാണ് കാര്യം. ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇവര് സാധനങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് ആത്മയാനം എന്നുള്ളത് ഫലവത്താകും. ഇത്തരം പരിശീലനങ്ങളൊന്നുമില്ലാതെ, കോട്ടക്കറവിന്റെ പരിശീലനങ്ങളൊന്നുമില്ലാതെ ആണ് അത് ചെയ്യുന്നതെങ്കിൽ, ആധ്യാത്മിക സാധന ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്താൻ ഒരുപാട് കാലം എടുക്കും. അതുകൊണ്ടാണ് ഇപ്പോ ബുദ്ധിസത്തിന്റെയും മറ്റേ ചൈനീസ് ആത്മീയതയുടെ ഒക്കെ അടിത്തറയായിട്ട് മാർഷ്യൽ ആർട്ടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാർഷ്യൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഈ അവബോധ തലങ്ങൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും അത് ആധ്യാത്മിക സാധനകൾക്കും തിരിച്ചറിവുകൾക്കും അവനവനെ കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും അവന്റെ സമാജത്തെക്കുറിച്ചും കൃത്യമായിട്ട് അറിയുകയും അതിനോട് ശരിയാം വിധം ആരോഗ്യകരമായി ഇടപെടാൻ അവര് പ്രാപ്തരാവുകയും ചെയ്യും. അവിടെയാണ് കോട്ടക്കാർ ആത്മയാനത്തിൽ പ്രസക്തമാകുന്നത്. അപ്പോ നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്ത വിഷയം ഇത്രയാണ്. ഈ ബാറ്റന്റെ ചലനരൂപം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പ്രകൃതത്തിന്റെ പ്രതിഫലനമാണ്. ആ ചലനത്തിന്റെ കൃത്യത എന്ന് പറയുന്നത് കോർട്ടിക്കൽ ഏകോപനത്തെ, കോർട്ടിക്കൽ കോർഡിനേഷനെ ആണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ആ ബാറ്റൺ പരിശീലിക്കുന്ന രീതി അവരുടെ സ്വഭാവ പ്രകൃതിയെ തിരിച്ചറിയാൻ ട്രെയിനറെ സഹായിക്കും. അതുപോലെ തന്നെ താളവും യുക്തിയും സമതുലിതമാകുമ്പോഴാണ് ചലനവും പ്രതികരണവുമെല്ലാം ബാലൻസ്ഡ് ആവുക. ബാറ്റനെ കൺട്രോൾ ചെയ്യുന്നത് വഴി, ബാറ്റനെ കൈകാര്യം ചെയ്ത് പഠിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ പ്രകൃതത്തെ കണ്ണാടി പോലെ കണ്ടുകൊണ്ട് കാര്യങ്ങളെ ക്രമീകരിക്കാൻ കഴിയും. അതിന് നിരന്തര പരിശീലനം ആവശ്യമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രമേയം. ബാറ്റൺ പരിശീലനത്തിലൂടെ നമുക്ക് വ്യക്തിരൂപത്തെ മനസ്സിലാക്കാൻ പറ്റുമെന്നും പ്രകൃതിയെ മനസ്സിലാക്കാൻ പറ്റുമെന്നും അതിന് തിരുത്തൽ വരുത്താൻ സാധിക്കുമെന്നുമാണ് നമ്മളിന്ന് പഠിച്ചത്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എങ്ങനെയാണ് ഈ വിധത്തില് നിങ്ങളുടെ പെരുമാറ്റത്തെ ക്രമീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അകത്തെ വ്യക്തിത്വത്തെ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക എന്നുള്ളത് പരിശോധിക്കുക. കൊട്ടക്കറവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൊട്ടക്കറവിനെ വെച്ചുകൊണ്ട് ചെയ്യാം, അല്ലാത്തവർക്ക് സ്വന്തം ശരീരത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് പരിശോധിക്കുക. ആ അറിവുമായിട്ട് നാളെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കയറാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.